സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട്. വിവരങ്ങൾ മാനസ നൽകും. മാനസ, സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത, അതോടൊപ്പം തന്നെ കാലവർഷം സജീവമാകുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ബിനു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ കാലവർഷം സജീവമാകുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏറ്റവും പുതുതായും അറിയിക്കുന്നത്. നിലവിൽ തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പായ റെഡ് അലർട്ട് നിലനിൽക്കുന്നത്. ഒപ്പം ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴ അറിയിപ്പായ ഓറഞ്ച് അലർട്ടും, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ശക്തമായ മഴ മുന്നറിയിപ്പായ യെല്ലോ മുന്നറിയിപ്പും നിലനിൽക്കുകയാണ്. മധ്യ-വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാവുക. ഒപ്പം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരളത്തിനരികെ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെയും അതോടൊപ്പം തന്നെ കേരള തീരത്ത് നിലനിൽക്കുന്ന ശക്തമായ പടിഞ്ഞാറൻ കാറ്റിന്റെയും സ്വാധീന ഫലമായി ശക്തമായ മഴ വരുന്ന 7 ദിവസം ലഭിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട്. ഈ പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ കാലവർഷം എത്തിയതിനാൽ ഇത്തവണ കൂടുതൽ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. ഈ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്നതിനാൽ തീരദേശ മേഖലകളിൽ ജാഗ്രത തുടരും. ഒപ്പം തന്നെ ഈ തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലുള്ള പ്രദേശവാസികളോടും അതീവ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകും.